പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ അപ്രതീക്ഷിതമായി അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി. മാത്രവുമല്ല, ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം മുൻപിൽ ബാക്കിയാവുകയും ചെയ്യുന്നു. സത്യങ്ങളെല്ലാം അറിയുകയും പക്ഷേ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്തായിരിക്കും കൃഷിന്റെയും കുടുംബത്തിന്റെയും ഭാവി എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഇതേ സമയമാണ് ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നത്. ഭാഗ്യലക്ഷ്മി തിരികെ എത്തുകയാണ്. കൃഷിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഈ വരവ്. ബലരാമന്റെ സഹോദരിയായ ഭാഗ്യലക്ഷ്മിയുടെ വരവ് കണ്ടതിനെ തുടർന്ന് ലാലി ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു. ഇതോടെ സുമിത്ര രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പിച്ചതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല എന്നുള്ള കാര്യം ലാലി ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഭാഗ്യ വന്നതിനെ തുടർന്ന് ബലരാമനോട് കാര്യങ്ങൾ തന്ത്രത്തിൽ സംസാരിച്ചുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനം എടുത്ത് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ്. മാത്രവുമല്ല, ഇനി ബലരാമനെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അവൻ നമ്മുടെ കൂടെ ഇനിയും ഉണ്ടാവുകയാണ് എങ്കിൽ തലവേദന നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. ബലരാമൻ എന്ന ആളെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അത്യാവശ്യമാണ് ആ കാര്യം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് പദ്ധതികൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിന്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ലാലി നിൽക്കുകയാണ്. ബലരാമനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ സുമിത്ര വിദഗ്ധമായി തന്നെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ലാലിക്ക് സാധിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇപ്പോൾ ഭാഗ്യയും അതിനു വേണ്ടി തന്നെയാണ് നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് എങ്ങനെയാണ് ബലരാമനെ സത്യങ്ങൾ അറിയിക്കേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ബലരാമൻ സത്യങ്ങൾ അറിയേണ്ട സമയം ആയിരിക്കുന്നു. ഇനിയും അത് വൈകുകയാണ് എങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് തനിക്ക് കൂടിയാണ്. ബലരാമനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ സുമിത്രയെ തടയുക എന്നത് അപ്രസക്തമായ കാര്യമാണ്. ഭാഗ്യയെ അത്രയധികം അവൾ സ്നേഹിക്കുന്നുണ്ട്. സ്വന്തം മകളായ ഭാഗ്യലക്ഷ്മിക്ക് ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടി അവൾ ഏതറ്റം വരെ വേണമെങ്കിലും പോകും. പക്ഷേ അതിനു മുമ്പ് ബലരാമനെ തീർക്കും. അതുകൊണ്ട് തന്നെ ബലരാമനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ലാലി ചെയ്യുന്നത്. ഇതേ തുടർന്ന് ലാലി കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി മുന്നിലേക്ക് വരികയും ബലരാമനോട് ബലരാമൻ ഇപ്പോൾ ചെയ്യുന്നത് മണ്ടത്തരമാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. ബലരാമൻ ശ്രദ്ധിക്കേണ്ട സമയം ആയിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ബലരാമൻ എന്താണ് കാര്യമെന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇതോടെ ബലരാമനോട് നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന ലാലി നീ സുമിത്രയുടെ മകനല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ. എന്തൊക്കെയാണ് ലാലി പറയുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി മുന്നിലേക്ക് വന്ന താനാണ് കാര്യങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ തനിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ബലരാമൻ. കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന്
നിന്റെ അമ്മയും അച്ഛനും സാഗറും സുജയുമാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലാലി. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ലാലി എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ബലരാമൻ. ഇതോടെ ഞാനാണ് ആ കുഞ്ഞിനെ അവരുടെ അടുത്തു നിന്ന് എടുത്തു മാറ്റിയതും സാഗറിന്റെ കുഞ്ഞ് മരിച്ചത് എന്ന് പറഞ്ഞതുമെന്ന് വ്യക്തമാക്കുകയാണ് ലാലി. ഞാൻ അവിടുത്തെ നഴ്സായിരുന്നു. ഈ ചതി ചെയ്തത് സുമിത്ര പറഞ്ഞിട്ടാണ് എന്ന് അറിയുകയും ചെയ്തത് ബലരാമനെ ആകെ തകർത്ത് കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.